എല്ലാ കൊല്ലവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഒരു പിണറായി വിജയനാണിത്. ഇങ്ങനൊരു മുഖ്യമന്ത്രി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഓരോ മാസവും ഓരോ കൊല്ലവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് 10 കൊല്ലം പൂർത്തിയാകുമ്പോൾ 9ാമത്തെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് വന്നിരിക്കുക. അതിൽ പ്രകടന പത്രിക പറയുന്നതിനപ്പുറം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വല്ലതും ബാക്കിയുണ്ടോ? എന്നിട്ട് കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥയിൽ ഭരണം നടത്തുമ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാന വിഷയം മാത്രമായിരുന്ന വിദ്യാഭ്യാസത്തെ കേന്ദ്ര വിഷയമാക്കി മാറ്റിയതുകൊണ്ടാണ് PM ശ്രീ പദ്ധതിയുമായി മോദിക്ക് ഇറങ്ങാൻ കഴിഞ്ഞത്. മോദിക്ക് PM ശ്രീയുമായിട്ട് ഇങ്ങോട്ട് വരാനിടയായതിൽ വഴി വിളിച്ചു കൊടുത്തത് ഇന്ദിരാഗാന്ധിയും കോൺഗ്രസുമാണ് എന്നത് ഈ ചർച്ചയിലെ ജനങ്ങൾക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യമാണ്. അത്രത്തോളം ഈ ചർച്ച പുരോഗമനപരമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് കോൺഗ്രസിനോട് ഞങ്ങൾ പറയുന്നത്, ഈ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റി സംസ്ഥാന പട്ടികയിൽ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ ഇന്ത്യ മുന്നണി മുൻകൈ എടുക്കുമെന്ന് പ്രഖ്യാപിക്കുമോ? അത് വഴിയേ അറിഞ്ഞോളൂ. ഇവിടെ ശ്രീ അനിൽകുമാർ ചോദിച്ചല്ലോ, എന്താണ് കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് വീണ്ടും സംസ്ഥാന ലിസ്റ്റിലേക്ക് മാറ്റണമെന്ന് ഇന്ത്യ മുന്നണി ആവശ്യപ്പെടുമോ എന്ന് ചോദിച്ചല്ലോ. ഈ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിന്നിട്ട് വേണ്ട സൗകര്യങ്ങളൊക്കെ തരപ്പെടുത്തുകയും ഇവിടെ വന്നാൽ RSSന് വിടുപടി എടുക്കുകയും ചെയ്യുന്ന CPM അക്കാര്യത്തിൽ നിലപാടെന്ന് പറയണം. നിങ്ങൾക്ക് ഈ കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് സംസ്ഥാന ലിസ്റ്റിലേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പുറത്തൊരു മുഖ്യമന്ത്രി ഉണ്ട്, ആ മുഖ്യമന്ത്രിയുടെ പേര് സ്റ്റാലിൻ എന്നാണ്. ആ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രിയുടെ നട്ടലിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് തിരുവനന്തപുരത്തിരിക്കുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് മാറ്റേണ്ട ഒരു കാര്യമില്ല. ഈ സംഘപരിവാർ ഉയർത്തുന്ന ഇത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വെല്ലുവിളികളെ നേരിടാൻ സ്റ്റാലിന്റെ ബലമുള്ള തണ്ടലുണ്ടായാൽ മതി. ആ തണ്ടല് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇല്ല എന്നുള്ളതാണ് ഞങ്ങളെ നിരാശപ്പെടുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതല്ല ഉദ്ദേശം. ദുരൂഹതയുണ്ട്, ഇതൊരു ഷെയ്ഡി ഡീലാണ്, RSSന്റെ മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞത് CPI ആണ്. ഇവിടെ ഇരുന്നിട്ട് കോൺഗ്രസിനെതിരെ ഘോരഘോരം സംസാരിക്കുന്ന ഈ അനിൽകുമാറിന് എന്തേ CPI ഇക്കാര്യത്തിൽ വിമർശിക്കാൻ കഴിയാതെ പോകുന്നത്? ഇന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? എനിക്ക് ഇതിന് മറുപടി പറയാനില്ലാത്തത് കൊണ്ടല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് തന്റെ നാക്കിൽ CPIക്കാരെ വിളിക്കാനുള്ള തെറി ഇങ്ങനെ വന്ന് മുട്ടി നിൽക്കുകയാണ്, അത് ഇപ്പൊ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പിണറായി വിജയൻ ഉദ്ദേശിച്ചത്. ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായിട്ട്.